കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള അഥവാ ISFKക്ക് ഇന്ന് തുടക്കമാകുന്നു. വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നടി ശബാന ആസ്മി വിശിഷ്ടാതിഥിയാകും. ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻ ഹുയിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിക്കും. 10 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. തുടർന്ന് ഉദ്ഘാടന ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ പ്രദർശിപ്പിക്കും. പ്രശസ്ത ബ്രസീലിയൻ സംവിധായകൻ വാൾട്ടർ സാലസ് സംവിധാനം ചെയ്ത പോർച്ചുഗീസ് ചിത്രം ബ്രസീൽ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ്. ഡിസംബർ 20 വരെ 15 തിയേറ്ററുകളിലായി 68 രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. അന്താരാഷ്ട്ര മത്സര വിഭാഗങ്ങളിൽ 14 സിനിമകളുണ്ട്. മലയാളം സിനിമ ടുഡേ, ഇന്ത്യൻ സിനിമ നൗ, ലോക സിനിമ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ്, കൺട്രി ഫോക്കസ്, റെട്രോസ്പെക്റ്റീവ്, ദ ഫീമെയിൽ ഗെയ്സ്, ലാറ്റിൻ അമേരിക്കൻ സിനിമ, കലൈഡോസ്കോപ്പ്, മിഡ്നൈറ്റ് സിനിമ, ആനിമേഷൻ, റെസ്റ്റോർഡ് ക്ലാസിക്സ്, ഹോമേജ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ 177 സിനിമകൾ പ്രദർശനത്തിലുണ്ട്. മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം, ഇൻ കോൺവെർസേഷൻ, മീറ്റ് ദ ഡയറക്ടർ, അരവിന്ദൻ സ്മാരക പ്രഭാഷണം, പാനൽ ഡിസ്കഷൻ എന്നിവയും ഉണ്ടാകും. 13,000-ൽ പരം ഡെലിഗേറ്റുകളും 100ഓളം ചലച്ചിത്ര പ്രവർത്തകരും മേളയിലെത്തും. തിയേറ്ററുകളിൽ ആകെ സീറ്റിന്റെ 70% റിസർവേഷൻ ചെയ്തവർക്കും 30% റിസർവേഷൻ ഇല്ലാത്തവർക്കുമാണ്. മുതിർന്ന പൗരന്മാർക്ക് ക്യൂ നിൽക്കാതെ പ്രവേശനം ലഭിക്കും. ഡെലിഗേറ്റുകൾക്കായി KSRTCയുടെ 2 ബസുകൾ പ്രദർശന വേദികളെ ബന്ധിപ്പിച്ചുകൊണ്ട് സൗജന്യ സർവീസ് നടത്തും. മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങ് ഡിസംബർ 14 വൈകിട്ട് 6 മണിക്ക് നിള തിയേറ്ററിൽ സംഘടിപ്പിക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ശ്രദ്ധാഞ്ജലി പരമ്പരയിലെ 6 പുസ്തകങ്ങൾ മേളയിൽ പ്രകാശനം ചെയ്യും. മേളയുടെ ഭാഗമായി 50 ലോക ചലച്ചിത്രാചാര്യന്മാർക്ക് ആദരവർപ്പിക്കുന്ന ഡിജിറ്റൽ ആർട്സ് എക്സിബിഷൻ സിനിമ ആൽക്കമി എ ഡിജിറ്റൽ ആർട്ട് ട്രിബ്യൂട്ട് ഡിസംബർ 14 മുതൽ ടാഗോർ തിയേറ്ററിൽ നടക്കും. സംവിധായകൻ TK രാജീവ് കുമാറാണ് ക്യൂറേറ്റർ. മലയാള സിനിമയുടെ തിരശ്ശീലയിൽ തിളങ്ങിയ മുതിർന്ന നടിമാരെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആദരിക്കുന്ന മറക്കിൽ ഒരിക്കലും ഡിസംബർ 15 ഞായറാഴ്ച വൈകിട്ട് 6:30 മാനവീയം വീതിയിൽ നടക്കും. തുടർന്ന് ഇവരുടെ സിനിമയിലെ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള സംഗീത പരിപാടിയും ഉണ്ടായിരിക്കും. മാനവീയം വീതിയിൽ ഡിസംബർ 14 മുതൽ 19 വരെ വൈകിട്ട് 6:30 കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും.